നടനും സുഹൃത്തുമായ ദിലീപിന് പിന്നാലെ നടൻ സിദ്ദീഖും ജയിലിലേക്കോ? ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് അറസ്റ്റ് നീക്കവുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കേസിൽ സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനമെന്നാണ് വിവരം. അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ അറസ്റ്റിന് കാത്തിരിക്കേണ്ടതില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. സിദ്ദീഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. എന്നാൽ സിദ്ദീഖ് എവിടെയെന്നും ആർക്കും അറിയില്ല. ഇതോടെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. നടന് വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകും. അതേസമയം സിദ്ദീഖിൻ്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദീഖിൻ്റെ ആവശ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസ് ആണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം വിധി പകർപ്പ് വന്ന ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു. സിദ്ദീഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന് പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. സിദ്ദീഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. സിദ്ദീഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. 2016 പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ 376, 506 വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത്. ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചിരുന്നു. സിദ്ദീഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു. പിന്നീടൊരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു. 2019 തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് പീഡന വിവരം തുറന്നു പറയുന്നതെന്നുമായിരുന്നു നടി വ്യക്തമാക്കിയത്.